back to the video. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി വീഡിയോസ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോസ് ഇടായിരുന്നത്. ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളൊരു വീഡിയോ ഇടായിരിക്കും ഇത്ര പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടൻ വീഡിയോ ആണ്, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡാണ് മിവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ ഒരു ബ്രാൻഡ് പുതുതായി പുറത്തിറക്കിയ മിവി 2B കോളർ വയർലെസ് എയർഫോൺ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് അവർ അയച്ചു തന്നൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് എന്ന് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എന്തായാലും ഈ എക്സാം ഒക്കെ നമുക്ക് കഴിഞ്ഞ് കിട്ടിക്കോട്ടെ, എന്നിട്ട് നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇടണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന ആമസോണിൻ്റെ പാക്കിംഗ് ഒന്ന് ഒഴിവാക്കിയതാണ്. മിവി എന്ന് പറയുന്ന നല്ലൊരു ഡിസൈനിങ് ആണ് ഈ പ്രോഡക്റ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പാക്കിംഗ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ പോലെ തന്നെ ഇത് മറ്റ് 5 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ, അതുപോലെ തന്നെ ഈ തുടങ്ങിയ മറ്റ് 5 വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ സെയിം റേറ്റ് ആണ്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാം എന്തെല്ലാം ഫീച്ചറാണുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നല്ലൊരു ഭംഗിയിലുള്ള ഒരു വാറൻറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രജിസ്ട്രേഷൻ കാർഡാണ് കാണാൻ സാധിക്കുന്നത്. 1 ഇയർ വാറൻറ്റി ആണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അത് ഫോട്ടോ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ കാണുന്ന ഒരു അടിയിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് സെൻഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ QR കോഡ് ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് ആ വാട്സപ്പ് നമ്പറിലോട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് ഇതിൻ്റെ ഈ ഒരു വാറൻറ്റിയിലോട്ട് അപേക്ഷിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിത് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു 1 ഇയർ വാറൻറ്റി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മിവി കോളർ 2B വയർലെസ് എയർഫോൺ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം എന്തെല്ലാമാണ് മറ്റ് പാക്കിങ്ങിൽ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു പാക്കിംഗ് ആണ്. ആ ഒരു പാക്കിങ്ങിൽ 2 ബോക്സ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഇവിടെ ഓപ്പൺ ഇയർ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ജസ്റ്റ് അവിടെ എന്താണുള്ളത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്നത് എക്സ്ട്രാ ഇയർബഡ്സ് ആണ്. അതായത് 4 എക്സ്ട്രാ ഇയർബഡും കൂടി തന്നിട്ടുണ്ട്. ആദ്യം നമുക്കിതിന് കൂടെ ഒരു ഇയർബഡ് ഉണ്ട്, അതിനൊപ്പം തന്നെ വേറെ 4 എക്സ്ട്രാ ഇയർബഡും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കംപ്ലൈൻറ്റ് ആയാലും വേറെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളാണ്. പിന്നെ അടുത്തായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു റീഡ് ബുക്കാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള ചെറിയൊരു റീഡ് ബുക്ക് അവരുടെ കമ്പനിയെ കുറിച്ചിട്ടൊക്കെ ഇതിൽ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഇവിടെ അടുത്തായിട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു പാക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാക്കിംഗ് തന്നെയാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ബുക്കിനുള്ളിൽ തന്നെ നമുക്ക് മറ്റൊന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് യൂസർ മാനുവലും തന്നിട്ടുണ്ട് ഇവരെ. എന്തായാലും എനിക്ക് ഇവരുടെ പാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താ പാടെന്ന് അറിയില്ല, അത് ഇനി നോക്കണം. എന്തായാലും പാക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ യൂസർ മാനുവലൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നമുക്ക് സാധാരണ എല്ലാത്തിനും കൂടെ കാണുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, മിവി കോളർ 2B വയർലെസ് ഹെഡ്ഫോൺ. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര വലിയ ബിൽഡ് ക്വാളിറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ളൂ, അല്ലാതെ വലിയ ഹൈ ക്വാളിറ്റി ബിൽഡിംഗ് ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ 2 ഹെർബഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്. ജസ്റ്റ് ഇങ്ങനെ എടുത്തോട് കൊണ്ടുവരുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിക്കുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ചാർജിങ് ബോർഡിലോട്ട് നോക്കുകയാണെങ്കിൽ USB മൈക്രോ ചാർജിങ് ബോർഡാണ് വന്നിട്ടുള്ളത്. പൊതുവേ അധികം നെക്ക് ബാൻഡുകൾക്കും വരാറുള്ളതും ഇതേപോലെ തന്നെ USB മൈക്രോ ചാർജിങ് ബോർഡ് തന്നെയാണ്. പക്ഷേ ഇതിന് വന്നിട്ടുള്ളത് ഈ ഒരു പൊസിഷനിലാണ്. സാധാരണ ഈ ഒരു പൊസിഷനിൽ പലതിനും വരാറില്ല. അപ്പോൾ ഇതിന് ഒരു വെറൈറ്റി ആയിക്കൊണ്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്.
പിന്നീട് ഇതിൻ്റെ ബട്ടൺസിലോട്ട് വരികയാണെങ്കിൽ ഒരു മൾട്ടി ഫംഗ്ഷണൽ ബട്ടണും അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ് ഉള്ളത്. അതൊക്കെ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയി തന്നെ പറഞ്ഞുതരാം. അധികം ഈ ഒരു നെക്ക് ബാൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മൾട്ടി ഫംഗ്ഷൻ അല്ലെങ്കിൽ പവർ ബട്ടൺ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നീട് ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയിലോട്ട് വരികയാണെങ്കിൽ ഇതിന് മെയിനായിട്ട് വന്നിട്ടുള്ളത് മുകളിലായിട്ട് വരുന്ന നെക്ക് ബാൻഡ് പോർഷനിൽ വരുന്നത് സിൽക്കൻ മെറ്റീരിയലും അതുപോലെ തന്നെ താഴെ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മുടെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുക ചെയ്യാം. നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പെയർ ചെയ്യാൻ അധികം പണിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ എടുക്കുക. ആൻഡ്രോയിഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഐഫോൺ ആണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡിവൈസിലെ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു അവൈലബിൾ ഡിവൈസിലോട്ട് നോക്കുകയാണെങ്കിൽ മിവി കോളർ 2 എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ ഇവിടെ പെയർ ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ പെയറായി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കലെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് ഒരു സോങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ NCSൻ്റെ ഒരു സോങ് പ്ലേ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഇതിൽ പ്ലേ ആകുന്നുണ്ട്. പ്ലേ ആകുന്നത് കൂടെ തന്നെ ഞാൻ ജസ്റ്റ് അതെങ്ങനെ സോങ് ചേഞ്ച് ചെയ്യലെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യലെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു സോങ് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സോങ് ആണ് പ്ലേ ചെയ്യിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊരു 1 സെക്കൻഡ് ഇതേപോലെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യുന്നതാണ്. ഇങ്ങനെ 1 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു നീല നിറം വരും. അപ്പോൾ തന്നെ നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകുന്നതാണ്. ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് സോങ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി പ്രീവിയസ് സോങ് ആണ് വേണ്ടതെന്ന് നേരെ തിരിച്ച് മൈനസ് ബട്ടണിലൊന്ന് 1 സെക്കൻഡ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. നിങ്ങളുടെ ഫോൺ നിങ്ങൾ വേറെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് മാറ്റുന്ന സുഖമാണ്. ഇതിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പവർ ബട്ടൺ അല്ലെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ ഇതേപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ഫോണിലുള്ള വോയിസ് അസിസ്റ്റൻറ്റ്, അതായത് ഏതാണോ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണോ സിറി ആണോ ഏതാണോ ഉള്ളത് അത് ഇതേപോലെ വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതും ഇതേപോലെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ കിടക്കിയിരിക്കുക എന്ത് വേണം ചെയ്തോട്ടെ, നിങ്ങളുടെ ഫോൺ എവിടെ ഇരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് അകലെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അടുത്ത് ചെല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഒരു സോങ് ഈസി ആയിക്കൊണ്ട് തന്നെ വോയിസ് അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ട് കേൾക്കാവുന്നതാണ്. പിന്നീട് ഇതിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം 2 ഡിവൈസ് കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഒന്നിൽ പാട്ട് കേൾക്കുക, ഒന്നിൽ ഫോൺ ചെയ്യുക, അങ്ങനെ 2 ഡിവൈസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഡിവൈസ് ഇതേപോലെ പെയർ ചെയ്തതിന് ശേഷം ബ്ലൂടൂത്ത് ഓഫ് ആക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഡിവൈസ്, ഇവിടെ രണ്ടാമത്തെ ഡിവൈസ് ഇല്ലാത്തത് കൊണ്ടാണ് കാണിച്ചു തരാത്തത്, രണ്ടാമത്തെ ഡിവൈസ് എടുത്തിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലും പെയർ ചെയ്യുക. അതിനുശേഷം 2 ഡിവൈസും ബ്ലൂടൂത്ത് ഓണാക്കി 2ലും ഒരേ സമയം പെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പെയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒന്നിൽ സോങ് കേൾക്കുകയും ഒന്നിൽ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. എല്ലാം തന്നെ ഈ മൾട്ടി ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള അധികം ഇങ്ങനത്തെ ഡിവൈസുകൾക്കൊന്നും 2 ഡിവൈസ് കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിൽ 2 ഡിവൈസ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഒരുപാട് നെക്ക് ബാൻഡുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇത്ര പ്രൈസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഇതാണ്. ഞാനിത് 2-3 ദിവസം യൂസ് ചെയ്ത് നോക്കി. യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടി ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള വേറെ നെക്ക് ബാൻഡുകളുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള പ്രൈസ് റേഞ്ച് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിയാൽ മതി. കാരണം ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ വാറൻറ്റി എല്ലാം തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു ആവറേജ് എന്ന് പറയാൻ സാധിക്കുള്ളൂ, അല്ലാതെ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കരമായ വലിയൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ വരുന്ന സൗണ്ട് എല്ലാം തന്നെ ഒരു ആവറേജേ ഉള്ളൂ, അല്ലാതെ വലിയ ഹൈ ക്വാളിറ്റിയിലുള്ള നല്ലൊരു ബൂസ്റ്റ് ബാസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിലൊന്നും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ചെറിയ ഒരു എന്താ പറയുക, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നടക്കാൻ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു നെക്ക് ബാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ നമുക്കൊരു 1500 താഴെ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റാണ് ഇത്. അല്ലാതെ പൊതുവേ അധികം നെക്ക് ബാൻഡുകൾക്കും 2000-ൻ്റെ അടുത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള പ്രൈസ് റേഞ്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡ് ആകും നല്ലത്. അപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3 ഔട്ട് ഓഫ് 5 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ നിർമ്മിത കമ്പനിയുമാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ബെസ്റ്റാണ്. എങ്കിലും ഞാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല ഇത് വാങ്ങാൻ. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഇത് തന്നെയാണ്. അതല്ല കുറച്ചുകൂടി ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ബാൻഡുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് വീഡിയോ. അതിനെക്കുറിച്ചുള്ള കറക്റ്റ് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതുതായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ.